വയനാട് വെണ്ണിയോട് പുഴയിലെ വലിയ പാലത്തിന് സമീപം 6 അടിയോളം താഴ്ചയുള്ള ഒരു കുഴിയിൽ മുതലയെ കണ്ടെത്തി. പോലീസും കമ്പളക്കാട് പോലീസും നാട്ടുകാരും ചേർന്ന് ഈ മുതലയെ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടത്തുകയാണിപ്പോൾ. ആ മുതലയുടെ ചിത്രമാണ് ഇപ്പോൾ കാണുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും ടെലിഫോണിലുണ്ട്. സുർജിത്ത്, എങ്ങനെയാണ് ഈ 6 അടി താഴ്ചയുള്ള കുഴിയിൽ ഈ മുതല അകപ്പെട്ടു പോയത്? SKN വെണ്ണിയോട് പുഴ എന്ന് പറയുന്നത് കബനി പുഴയുടെ കൈവഴിയാണ്. ആ പുഴയിൽ നേരത്തെ ഇത്തരത്തിൽ മുതലയുടെയും ചീങ്കണിയുടെയും എല്ലാം തന്നെ സാന്നിധ്യമുള്ള പുഴയാണ്. ഇതിനിടയിലാണ് ഇന്ന് വൈകിട്ട് ഇത്തരത്തിൽ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരുടെ. വലിയ പാലത്തിന് സമീപമുള്ള ഒരു വലിയ കുഴിയുണ്ട്. അത് 6 അടിയോളം താഴ്ചയുള്ള കുഴിയാണ്. ആ കുഴിയിലാണ് ഇപ്പോൾ മുതല അകപ്പെട്ടിരിക്കുന്നത്. അതിനെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അത് കമ്പളക്കാട് പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നാട്ടുകാരും ചേർന്ന് അതിനെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെയും ഈ കബനിപ്പുഴയുടെ വിവിധ മേഖലകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ മുതലയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ കുഴിയിൽ എങ്ങനെ വന്നു പെട്ടു എന്നുള്ളതാണ് എല്ലാവർക്കും സംശയമുള്ളത്. ഒരുപക്ഷെ പുഴയിൽ നിന്ന് കയറി നേരെ അത് കുഴിയിലേക്ക് വീണതാകാമെന്നാണ് കരുതുന്നത്. അതിന് പുറത്തു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അത്രയുള്ള കുഴിയാണ്. എന്തായാലും അതിനെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.